ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ എന്റെ വീട്ടിലുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഞാനായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പോണത്. എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ രാവിലെ ഞാനൊരു 6:30 ആയത് എണീറ്റ് രാവിലെ അച്ഛനും അമ്മയ്ക്കും വേണ്ട കട്ടൻ ചായ ഞാൻ തന്നെ അവർക്ക് രണ്ടുപേർക്കും വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അച്ഛന് എല്ലാ ദിവസവും രാവിലെ കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് അച്ഛൻ ഇന്ന് ചൂടുവെള്ളം വെച്ചു കൊടുത്ത് കുളിക്കാൻ വിട്ടാക്കിയത്. പിന്നെ അച്ഛൻ കുളിച്ചിട്ട് വരുന്നതിന് മുന്നേ ഇന്ന് അച്ഛൻ ഇടേണ്ട ഷർട്ട് പോലും ഞാനാണ് ഇന്ന് അച്ഛനെ തേച്ചു കൊടുത്തത്. അങ്ങനെ ഇപ്പൊ അച്ഛൻ ഞാൻ തേച്ചു കൊടുത്ത ഷർട്ട് തൊട്ട് വണ്ടി എടുത്ത് രാവിലെ പണിക്ക് പോയി. അത് കഴിഞ്ഞ് സമയം ഇപ്പൊ 9 മണിയായി. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം ഞാൻ തന്നെ പ്ലേറ്റിൽ വിളമ്പി അമ്മയ്ക്കും കൊടുത്ത് ഞാനും കഴിച്ചതിന് ശേഷം എന്റെ പ്ലേറ്റ് കഴുകണേന്റെ കൂടെ ഞാൻ വീട്ടിലുള്ള എല്ലാവരുടെ പ്ലേറ്റും കഴുകി വെച്ചു. അത് കഴിഞ്ഞ് സമയം ഒരു ഉച്ചയായതും അമ്മ ഇന്നലെ വാങ്ങി വെച്ച ആപ്പിളൊക്കെ മുറിച്ചെടുത്ത് ജ്യൂസ് അടിക്കാൻ പോവുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാനാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നും പറഞ്ഞ് ഞാൻ നേരെ അമ്മന്റെ ആ ആപ്പിൾ വാങ്ങി മുറിച്ചെടുത്തതിന് ശേഷം അമ്മയ്ക്ക് വേണ്ട ആപ്പിൾ ജ്യൂസ് ഞാൻ തന്നെ അമ്മയ്ക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ അതിനുശേഷം വൈകുന്നേരം ആയപ്പോ അമ്മ കുറച്ച് തൈലം എടുത്തിട്ട് വന്ന് കയ്യിലും കാലിലൊക്കെ തേക്കാൻ തുടങ്ങി. കാരണം അമ്മയ്ക്ക് ഈയിടെയായിട്ട് കൈയും കാലൊക്കെ കുറച്ച് വേദന ഉണ്ട് അത്ര. അതുകൊണ്ട് ഞാൻ നേരെ അമ്മന്റെ ആ തൈലവും വാങ്ങി അമ്മന്റെ കൈയും കാലും നേരെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതും അച്ഛൻ നേരെ പണി മാറി വീട്ടിലേക്ക് വന്നു. പക്ഷെ അച്ഛന്റെ തലയ്ക്ക് ഞാനൊന്ന് നേരെ നോക്കിയപ്പോഴാണ് ഓർമ്മ വന്നത് അച്ഛന്റെ തലയിലുള്ള കുറച്ച് മുടികളൊക്കെ നരച്ചിട്ടാണ് ഉള്ളത് എന്ന്. അതുകൊണ്ട് ഞാൻ നേരെ കടയിൽ പോയി ഈ ഒരു ഡൈ വാങ്ങിയിട്ട് വന്നതിന് ശേഷം അച്ഛന്റെ തലയിലും മീശയിലൊക്കെ ഞാൻ തന്നെ ഡൈ തേച്ച് കൊടുത്ത് അച്ഛനെ ഞാൻ ഇതുപോലെ മിടുക്കനാക്കി എടുത്തു. അതിനുശേഷം അച്ഛന് വൈകുന്നേരവും കുളിക്കാൻ ചൂടുവെള്ളം വേണമെന്നുള്ളതുകൊണ്ട് ഞാനിപ്പോ അച്ഛന് വേണ്ട വൈകുന്നേരത്തെ ചൂടുവെള്ളവും ചൂടാക്കിയതിന് ശേഷം എന്റെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.